എല്ലാവർക്കും KM TV-യുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 29ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്തതാള അലങ്കാരങ്ങളിലെ അവസാനത്തെ, അതായത് ഏഴാമതുള്ള താളമായ ഏകതാളമാണ്. ഏകതാളം ചതുരസ്രജാതി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ചതുരസ്രം എന്ന് പറയുന്നത് 4. അപ്പോൾ ഇതിൻ്റെ അക്ഷരകാലം എന്ന് പറയുന്നത് 4 ആണ്. രി ഗ മ രി ഗ മ പ, ഇങ്ങനെയാണ് ഇത് ഏകതാളത്തിലുള്ള ഈ സപ്തതാള അലങ്കാരമുള്ളത്. അപ്പോൾ ഇത് കീബോർഡിൽ നമ്മൾ എങ്ങനെ വായിക്കും എന്ന് ഉള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ താളമായ ഏകതാളം, അതായത് ചതുരസ്ര ജാതിയിലുള്ള ഏകതാളമാണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമുക്ക് ആ താളം ഒന്ന് വായിച്ചു നോക്കാം എങ്ങനെയാണ് എന്ന്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക്. അപ്പോൾ ചതുരസ്ര ജാതി ഏകതാളം അത് ഇപ്രകാരമാണ്. സാ രി ഗ മ, അക്ഷരകാലം 4 ഉള്ളൂ. അടുത്തത് രി ഗ മ പ, ഗ മ പ ദ, മ പ ദ നി, പ ദ നി സ, സ നി ദ പ, നി ദ പ മ, ദ പ മ ഗ, പ മ ഗ രി, മ ഗ രി സ. അപ്പോൾ ഇതും വായിക്കേണ്ടത് മായാമാളവ ഗൗള രാഗത്തിലാണ്. സ്വരസ്ഥാനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ഒന്നുകൂടി. അടുത്ത ലൈൻ. അടുത്ത ലൈൻ. ഒന്നുകൂടി. അടുത്ത ലൈൻ. അപ്പോൾ നമ്മൾ താരസ്ഥായിലുള്ള സ്ഥായിൽ ചെന്നു. ഇനി അവിടുന്ന് താഴേക്കാണ് വരുന്നത്, മധ്യസ്ഥായിലേക്ക്. ഒന്നുകൂടി. അടുത്ത ലൈൻ. ഒന്നുകൂടി. ഒന്നുകൂടി. അടുത്ത ലൈൻ. അടുത്ത ലൈൻ. ഒന്നുകൂടി. ലാസ്റ്റ് ലൈൻ. ഒന്നുകൂടി. ഇതേ രൂപത്തിൽ പഠിച്ചിട്ട് പിന്നെ ഇങ്ങനെ വായിക്കുക നിങ്ങൾ.
ഇതോടുകൂടി ഈ സപ്തതാള അലങ്കാരം എന്നുള്ള ഭാഗം തീരുകയാണ്. അടുത്ത നമ്മൾ ഗീതങ്ങളായിരിക്കും പഠിക്കുന്നത്, ഒന്നാമത്തെ ഗീതം മുതൽ. അപ്പം നിങ്ങളിത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി നമ്മൾ കണ്ടുമുട്ടുന്നതിനും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം ആൻഡ് ഹാപ്പി വിഷു. താങ്ക് യു.